ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വാഗമണിലെ പൈൻ ഫോറസ്റ്റിനാണ്. വാഗമണിൽ വരുന്ന ആരും തന്നെ മിസ്സാക്കാത്തൊരു സ്ഥലമാണ് പൈൻ ഫോറസ്റ്റ്. എന്തുകൊണ്ടെന്നാൽ ഇത്ര ഒരു പ്രകൃതി രമണീയമായ നല്ലൊരു കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ച വാഗമണിൽ വേറെ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഇത്രയും റിപ്പീറ്റ് വാച്ചബിൾ ആയിട്ടുള്ള സ്ഥലം വേറെ വാഗമണിൽ ഉണ്ടെന്ന് തന്നെ തോന്നുന്നു. പൈൻ ഫോറസ്റ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് സമയത്തും വരാൻ പറ്റിയ നല്ലൊരു ആംബിയൻസാണ്. കാര്യം ഇവിടെ ഉച്ച സമയത്ത് വന്നാലും വെയിലൊന്നും അനുഭവപ്പെടും, നല്ല തണലായിരിക്കും ഫീൽ ചെയ്യണത്. രാവിലത്തെ ക്ലൈമറ്റ് വേറൊരു ഫീല്, ഉച്ചക്കത്തെ ക്ലൈമറ്റ് വേറൊരു ഫീല്, വൈകിട്ടത്തെ സമയത്ത് വേറൊരു ഫീല്. കാര്യം കോടയുള്ള സമയത്താണെങ്കിൽ നല്ല കോട അനുഭവപ്പെടും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഈവനിങ് ടൈമിനൊക്കെ ആണെങ്കിൽ ഒരു അടണ്ട മഞ്ഞ വെളിച്ചം, ആ ഒരു ഫീൽ ചെയ്യും. മോർണിംഗിൽ വേറൊരു ഫീൽ. അപ്പോൾ പല ഫീലാണ് നമുക്ക് ഈ സമയങ്ങൾ വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഉച്ച സമയത്ത് വരുന്നവർക്ക് ഇവിടെ ഒരു നല്ലൊരു ഇതായിരിക്കും. കാര്യം വെയിലൊന്നും ഉണ്ടാവില്ല. കാര്യം മറ്റുള്ള മോർണിംഗ് ഈവനിങ് ടൈമിൽ നമുക്ക് വേറെ എവിടെയെങ്കിലൊക്കെ വാഗമണിൽ തന്നെ എവിടെയെങ്കിലൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഞങ്ങൾ വന്നത് വൈകിട്ട് ഒരു 5:30 കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളവിടെ വന്നത്. എന്തായാലും നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. അത്യാവശ്യം ആളുണ്ടായിരുന്നു. ഞങ്ങൾ ഈ ഒരു വിഷുവിൻ്റെ അന്ന് തന്നെയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അടിപൊളി ആംബിയൻസാണ്. ഒരുപാട് ആൾക്കാരും വന്നിട്ടുണ്ട്. വാഗമണിലെ വെടിക്കുഴിയിലാണ് ഈ മനുഷ്യനിർമ്മിത പൈൻ ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം വാഗമൺ ടൗണിൽ നിന്ന് 6 കിലോമീറ്റർ ദൂരെയാണ്. നമ്മുടെ ഏലപ്പാറ റൂട്ടിൽ തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്താണ് ഇത് മരങ്ങൾ നട്ടതെന്ന് അറിയാൻ സാധിച്ചത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് കുത്തനെയുള്ള ഇറക്കത്തിൽ മറ്റേ താഴ്വരയിലേക്ക് ചരിഞ്ഞ് കിടക്കുന്നൊരു ഫീലാണ്. ഇപ്പോൾ കല്ലൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. കാര്യം ഇത്രയും പോലും നല്ല സഞ്ചാരയോഗ്യമല്ലായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. ഇപ്പോൾ വളരെ സുഖമായിട്ട് ആൾക്കാർക്ക് സൈഡിൽ കമ്പി, ബാരിക്കേഡ്, സ്റ്റീലിൻ്റെ കമ്പി, അവിടെ നടപ്പാതയൊക്കെ നല്ല ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ സന്ദർശന സമയം വരുന്നത് ഒരു 8:30 തൊട്ട് 6 മണി വരെയാണ്, വൈകിട്ട് 6 മണി വരെ. അപ്പോൾ ഈ വരുന്ന വഴി തന്നെ ഒരുപാട് കടകളും ചോക്ലേറ്റ്, തേയിലൊക്കെ വെക്കുന്ന ഒരുപാട് കടകളൊക്കെ ഉണ്ടാവും. ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേക ഫീൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ലൊരു ഫീലാണ്. നല്ലൊരു എന്താ പറയുക, നല്ലൊരു കൂളിംഗ് ആണ് ഇതിൽ വന്നു കഴിഞ്ഞാൽ. നല്ലൊരു ആംബിയൻസാണ്. ഇത്ര പ്രകൃതി രമണീയമായ ഈ സ്ഥലം ഇത്ര പബ്ലിസിറ്റി ആകാൻ മലയാള സിനിമയ്ക്കും സാധിക്കുന്നു. ഒരുപാട് മലയാള സിനിമകളും തമിഴ് സിനിമകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ, അതുപോലെ കങ്കാരു, ജൂലൈ 4, അതുപോലെ തന്നെ യോബിൻ്റെ പുസ്തകം, പിന്നെ തമിഴ് പടങ്ങൾ ആയിട്ടുള്ള പയ്യ, അങ്ങനെ ഒരുപാട് അനവധി പടങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സ്ഥലം കേരള ഫോറസ്റ്റിൻ്റെ കീഴിലായതുകൊണ്ട് തന്നെ അവരാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. കേരള ഫോറസ്റ്റ് ഇപ്പോൾ ഇത് ഫോറസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണെങ്കിൽ ഇവിടെ ഒരുപാട് മൃഗങ്ങളുടെ ആനിമൽ സൈറ്റിംഗ് കിട്ടിയൊരു സ്ഥലം കൂടിയാണെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ചെല്ലുമ്പോൾ തന്നെ കാണാം, കടുവയുടെ ഫോട്ടോ ഒക്കെ കാണാം. അതുപോലെ തന്നെ വേറെ ഒരുപാട് കടുവയുടെയും പുലിയുടെയും കരടിയുടെയും കാൽപ്പാടുകൾ നമുക്കവർ ഒരു ബോർഡിലവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് മൃഗങ്ങൾ വന്നതായിട്ട്. അതുപോലെ തന്നെ ഒരുപാട് പക്ഷികൾ, പല വിധത്തിലുള്ള പക്ഷികൾ ഇവിടെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ തെളിവോടുകൂടി തന്നെ അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്.